നമ്മുടെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ഓണവിശേഷങ്ങളിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പായസം അന്ന് പ്രിയദർശിനി പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് ചേച്ചിയുടെ മന്ത്രിയുടെ ദേഹത്തേക്ക് ഒരു പായസം വിടുന്നത് അതിന് ചൂട് കാണുന്നേ പേടിയതാണ് മന്ത്രി പറഞ്ഞപ്പോ. പക്ഷേ പായസം വെച്ച് മന്ത്രി അതിന് പകരം വീട്ടി അത് വീട്ടി പകരം വീട്ടി. പക്ഷെ ചൂട് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുന്നു ചൂട് എവിടെ ഉണ്ടെന്ന്. ആ പ്രശ്നമാണ് പായസം എന്ന് കേൾക്കുമ്പോഴും കൊല്ലക്കാർക്ക് പൊതുവെ കുറച്ച് ടെൻഷൻ കൂടുതലുണ്ട്. അപ്പൊ ഷിജോക്കൂരിനാണ് മന്ത്രിക്കൊപ്പം ചേരുന്നത്. ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വകുപ്പ് തല കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കുറച്ച് അടുക്കളക്കാര്യവുമായിട്ട് ഒരു വിശിഷ്ട അതിഥി നമുക്കൊപ്പം ചേരുകയാണ്. വനിതാ ശിശു വികസന തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. ന്യൂജൻ ഓണവും ബിന്ദു കൃഷ്ണയുടെ ചെറുപ്പകാലത്തുള്ള ഓണവിശേഷങ്ങളുമൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയാണ് ബിന്ദു കൃഷ്ണ നമുക്കൊപ്പം പങ്കുചേരുന്നത്. അപ്പോൾ ബിന്ദു കൃഷ്ണ മന്ത്രിയായതിനു ശേഷം എങ്ങനെയാണ് ഈ ഓണം ആഘോഷിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബിന്ദു കൃഷ്ണ അടുത്തേക്ക് പോകാം. ഞാൻ വലിയ ഇൻട്രോ ഒക്കെ പറഞ്ഞ് സർപ്രൈസ് ആയിട്ട് കയറി വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ നമ്മളെ കാത്തിരിക്കും. ഞാൻ വരുന്നു വിളിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ നമുക്കൊണ്ട് സർപ്രൈസ് ആയി കരുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പോകെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എവിടെ വരെയായി ഇപ്പോൾ ഇത്തവണത്തെ ഓണം മന്ത്രിയായതിനു ശേഷം ആദ്യത്തെ ഓണമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണമൊക്കെ? ഒരുപാട് സന്തോഷമുള്ള ഓണമാണ്, ഒരുപാട് സംതൃപ്തിയുള്ള ഓണമാണ്. പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഓണത്തെ വരവേറ്റത്. മന്ത്രിയായ ശേഷം ആദ്യ ഓണമാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഏതാണ്ടൊരു പതിറ്റാണ്ടുകളുടെ ഒരുപാട് ഓണം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ ഓണം എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് ആ ഒരു മനസ്സിലനുഭവങ്ങൾ കടന്നു പോകുന്നത്. ഈ ഓണത്തിന് ഒരുപാട് പേരുടെ സന്തോഷത്തിൽ പങ്കാളിയായതിൻ്റെ കൂട്ടത്തിൽ ഊണ് കഴിക്കാം. അതൊരു വലിയ സന്തോഷം, ആത്മസംതൃപ്തിയാണ്. ഒരുപാട് പേരുടെ കണ്ണുനീരപ്പോൾ എല്ലാവരുടെയും എല്ലാ കാര്യവും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് പേരുടെ ഇതിനോടകം ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഇത്തവണത്തെ ഓണം. ഇപ്പോൾ ബിന്ദു കൃഷ്ണ മന്ത്രിയായതിനു ശേഷം ഒരുപാട് ട്രോളുകൾ ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ട്രോളുകളൊക്കെ ആസ്വദിക്കുന്ന ആളാണോ? അതൊക്കെ സന്തോഷമല്ലേ. ഞങ്ങളൊക്കെ ലീഡർ അനുയായികളാണ്. ലീഡർ കണ്ടിട്ടില്ലേ, എന്ത് വന്നാലും ചിരിക്കുക, അത്രയേ ഉള്ളൂ. നല്ല ചിരിയാണ്, എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടിയാണ്. ഞാൻ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകയെ കാണുന്ന കാലം മുതൽ തന്നെ എപ്പോഴും മുഖത്തൊരു ചിരിയുണ്ട്. അതൊരു ഐഡന്റിറ്റിയാണ്. എന്താണ് ഇങ്ങനെ എപ്പോഴും ചിരിച്ചിരിക്കാനുള്ള പ്രചോദനം? എന്താ? മനസ്സ് നന്നായിരുന്നാൽ മതി, എപ്പോഴും ചിരിക്കാം. നല്ല മനസ്സുള്ള ആളാണ് തീർച്ചയായും. അപ്പോൾ ഈ ട്രോളുകളിലേക്ക് തന്നെ വരാം. ഇപ്പോൾ സമീപകാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട 2 ട്രോളുകൾ എന്ന് പറയുന്നത്, ഒന്ന് ബിർണാണി ശംഖുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി നടത്തിയൊരു പ്രസ്താവനയാണ്, മറ്റൊന്ന് പായസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ആ സമയത്ത് മനസ്സിലൂടെ കടന്നുപോയ വിചാരങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? ശംഖുവിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നെ ഒരാൾ ഉത്തമമായി പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതല്ലാന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഓക്കെ, അതല്ല, അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ ട്രോൾ വരുന്നതിന് എന്തിനാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്? അത് അതിൻ്റെ ഭാഗം, അത് കഴിഞ്ഞു. രണ്ടാമത് പായസം നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ? നമ്മൾ ഓർമ്മ വെച്ച കാലം തൊട്ട് പായസം കുടിക്കുന്നത്, ആളുകൾ പായസം കയ്യിൽ തരുന്നത്. പായസം ഇഷ്ടമാണ്. അപ്പോൾ എനിക്കൊരു പായസം കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. വീട്ടിൽ എന്നാൽ പായസം ഉണ്ടാക്കി തന്നെ തരാം. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കി തരാമെന്നാണ് മന്ത്രിയുടെ വാഗ്ദാനം. ഇനിയിപ്പോൾ മന്ത്രി പായസം ഉണ്ടാക്കി ഇവിടുന്ന് കഴിച്ചിട്ട് മാത്രമേ ഞാനും എൻ്റെ ക്യാമറ ടീമും ഇവിടുന്ന് മടങ്ങുന്നുള്ളൂ. ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കുന്ന വിശേഷങ്ങൾ അടുക്കളയിൽ കയറിയതിന് ശേഷം. അപ്പോൾ ഈ തൈക്കാട് ഹൗസിൻ്റെ ഇടനാഴിയിലൂടെ നടക്കുകയാണ്. ഈ തൈക്കാട് ഹൗസ് ഔദ്യോഗിക വസതി, എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? നല്ല സന്തോഷം. എത്ര തലമുറകൾ അല്ലേ, ഒരുപാട് മുതിർന്ന നേതാക്കന്മാർ, മന്ത്രിമാർ, ഒരുപാട് ആളുകൾ മന്ത്രിമാരായിട്ട് താമസിച്ച വസതിയാണ്. അതെ അതെ, തീർച്ചയായും. ഇവിടുത്തെ താമസത്തെ കുറിച്ച് എന്താ ഒരു തോന്നലൊക്കെ എന്താ? ഇവിടെ ഒന്ന് ഔദ്യോഗിക വസതി, മറ്റ് ബംഗ്ലാവുകളെ അപേക്ഷിച്ചുകൊണ്ട് തൈക്കാട് ഹൗസിനെ കുറിച്ച് എന്താ അഭിപ്രായം? മറ്റ് ബംഗ്ലാവുകൾ എല്ലാം ഒന്നും എനിക്കറിയില്ല, നമ്മൾ കണ്ടിട്ടല്ലേ ഉള്ളു. പക്ഷേ ഇവിടുത്തെ താമസം നല്ല സന്തോഷകരമാണ്, ഒരു കുഴപ്പമില്ല. പ്രകൃതിയോടെ ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ട് ഞാൻ ഓർത്തത് ഈ ഏറ്റവും റോഡ് സൈഡിലാണ്, മുറ്റമൊന്നും അധികമില്ല. അപ്പോൾ വലിയ ബഹളവും കാര്യമൊന്നുമല്ല, വളരെ പ്രശാന്ത സുന്ദരമായ നല്ല നല്ല ഔദ്യോഗിക വസതി തൈക്കാട് ഹൗസ്. അപ്പോൾ ആ തൈക്കാട് ഹൗസിനുള്ളിലെ ഈ പറയുന്ന ഇടനാഴിലൂടെയാണ് ഇപ്പോൾ ഞാനും മിനിസ്റ്ററൊക്കെ നടക്കുന്നത്. അടുക്കളയിൽ എങ്ങനെയാ? ഒറ്റയ്ക്കുള്ള പരിപാടിയാണോ അതോ സഹായിക്കാൻ ഭർത്താവ് എല്ലാത്തിനും പൂർണ്ണ പിന്തുണയോട് കൂടെ ഉണ്ടോ? അടുക്കളയിൽ അങ്ങനെ ആരും കേട്ടില്ല. ഞാൻ ചെയ്യണേ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നേ ഇഷ്ടം. കാരണം എനിക്ക് എടുക്കാനും വെക്കാനും എല്ലാം കൃത്യമായിട്ട്. കാരണം വേറെ അടുത്ത് വയ്ക്കും, വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ രീതിക്ക് വയ്ക്കും. അത് നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ അടുക്കളയിൽ എല്ലാം ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല, ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. ഇപ്പോൾ സഹായിക്കാനായിട്ട് പറയാറുണ്ടോ ഭർത്താവിനോട്? ഇല്ല ഇല്ല ഇല്ല.
ചേട്ടൻ അങ്ങനെ അടുക്കള കാര്യത്തിൽ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യം ചെയ്യുന്ന ആളുടെ അടുത്ത് അടുക്കള കാര്യം ഞാൻ നിർബന്ധിക്കുന്നില്ല. പൊതുപ്രവർത്തനം അടക്കം സജീവമാണ്. എല്ലാം പൊതുപ്രവർത്തനം, വീട്ടിലെ മറ്റു കാര്യങ്ങൾ, കൃഷി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അടുക്കളക്കാര്യത്തിന് അടുക്കള ഭരണം അതെ, ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ തന്നെയാണ്. അപ്പോൾ ഇല്ലെങ്കിൽ അടുക്കള എല്ലാവരും സഹായിക്കാനൊക്കെ എല്ലാ കാലത്തും ആരെങ്കിലും ഉണ്ടല്ലോ. പിന്നെ കുടുംബത്തൊക്കെ ആയിരിക്കും വീട്ടുകാരൊക്കെ സൗകര്യങ്ങളെല്ലാം. പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പായസം ഏറ്റവും ഇഷ്ടമുള്ളൊരു പായസം എന്താണ്? എനിക്കിഷ്ടം കടല പായസം, കൂടുതൽ ഇഷ്ടം. ഈ കടല പായസം എന്തുകൊണ്ടോ കുഞ്ഞുനാൾ തന്നെ അമ്മ എല്ലാ പായസം ഉണ്ടാക്കുമല്ലോ, മാറിയും തിരിഞ്ഞു. അപ്പോൾ അത് ഈ കടല പായസത്തോട് ഒരു ഇഷ്ടം, എന്തോ ഒരു പ്രത്യേക ഇഷ്ടം, എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എല്ലാം ഇഷ്ടമെങ്കിലും കടല പായസം കുറച്ചുകൂടി ഇഷ്ടം. എനിക്ക് സേമിയ പായസമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് സേമിയ ഉണ്ടാക്കി തരുന്നത്. കടല പായസം ഷിജോക്ക് ഇതാണ് സേമിയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഈ പായസത്തിനപ്പുറത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്? എനിക്ക് ചോറും കപ്പയും മീനുമാണ്. ഈ കപ്പയും മീൻകറിയൊക്കെ പിടുത്തം പിടിച്ച ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ നാടൻ വിഭവങ്ങളാണ് ഏറ്റവും ഇഷ്ടം. എന്തുകൊണ്ടാണ് ഈ കപ്പയും മീൻകറിയും ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം? ഈ ചെറുപ്പത്തിലൊക്കെ വീട് നിറയെ എല്ലാ കൃഷി സാധനങ്ങളും ഉണ്ടല്ലോ, കപ്പയായാലും മാങ്ങ, എല്ലാ സാധനവും കൃഷി സാധനങ്ങളല്ല. അന്നൊന്നും അതിനോടൊന്നും ഒട്ടും ഇഷ്ടമല്ല. ഇതൊക്കെ വീട്ടിൽ എന്നും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുമായിരുന്നു. ഇപ്പോഴും അതാണ് ഇഷ്ടം. അതൊക്കെ എവിടെ കണ്ടാലും കഴിക്കാനുള്ളൊരു താല്പര്യമാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിന് കാര്യത്തിനകത്ത് കൃത്യമായിട്ട് ചിട്ടയുള്ള ആളാണോ? ഇന്ന ഭക്ഷണമേ കഴിക്കുള്ളൂ, ഇന്നത് കഴിക്കില്ല, അങ്ങനെ കൃത്യമായിട്ടൊരു ക്രമീകൃത ആഹാരം അതെങ്ങനെയാണ്? അങ്ങനെ ഒന്നുമില്ല. വിശപ്പിന് എന്തെങ്കിലും വേണം, അല്ല നിർബന്ധമൊന്നുമില്ല. കപ്പയും മീനൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തും കഴിക്കും. എന്ത് കഴിക്കുന്ന ചർച്ച കഴിക്കത്തില്ല. അല്ലാതെ ഞാൻ കഴിക്കുന്ന കാര്യങ്ങൾ ഏത് വേണേലും എപ്പോൾ കഴിക്കും. വിശക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം, ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഈ ചെറുപ്പകാലത്തെ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഓണക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് സന്തോഷമുള്ള ഓണമായിരുന്നു. പ്രകൃതിക്ക് തന്നെ ഒരു വലിയ മാറ്റമാണ്. പൂക്കളൊക്കെ പൂക്കളൊക്കെ വിടർന്നു തുടങ്ങും. അതുപോലെ തുമ്പികൾ ഇങ്ങനെ നല്ല രസമാണ്. ഓണത്തുമ്പികൾ വരുന്ന നേരത്തെ വരും. അത്തം പിറന്നുള്ള 10 ദിവസവും പൂ പറിക്കാൻ പോവുക, അത്തപ്പൂഴുക, അതൊക്കെ ഉണ്ടായിരുന്നു. ചിങ്ങം പിറക്കുമ്പോഴേ പെട്ടെന്ന് മഴയും കോളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കറുത്ത ആകാശമായിട്ട് നിൽക്കുമ്പോൾ ചിങ്ങം പിറക്കുമ്പോൾ ഞാൻ അങ്ങനെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ അമ്മയുടെ കൂടുതലൊക്കെ ചെറുപ്പത്തിലൊക്കെ അടുക്കളയൊക്കെ സഹായമൊക്കെ ചെയ്യുമായിരുന്നു. ഭാര്യയായപ്പോൾ സഹായിക്കുന്നില്ല, അതിന് സമയം കിട്ടാറില്ല. എന്നോട് പറയാറുണ്ട് ഇതിലൊക്കെ ചെയ്യാനായിട്ട്, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് കുക്കിംഗ് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്തുകൊണ്ടോ പറ്റാറില്ല. പക്ഷേ ഞാൻ അധികം സാഹസത്തിന് മുതിരുന്നില്ല. പിടിച്ചാൽ അവസാനം ഞാൻ തന്നെ ഇത് പരീക്ഷണാവസ്ഥയിൽ കഴിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പം ആ കാലം മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, ഓരോ കാലഘട്ടവും ഇഷ്ടമാണ്. ഒന്ന് മറ്റൊന്നില്ല. മുൻകാലഘട്ടങ്ങളെന്ന് പറയും, ചെറുപ്പത്തിലെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നനുനനുത്ത സന്തോഷം നൽകുന്ന ഗൃഹാതുരതയോടുകൂടിയുള്ള ഓർമ്മകളാണ്. ഇന്നത്തെ കാലത്ത് മറ്റു വ്യത്യസ്തമായി എല്ലാം നല്ല നല്ല കാലങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം, മന്ത്രിയാണല്ലോ. മന്ത്രിയാകണമെന്ന് അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നോ? അങ്ങനെയൊന്നും ആഗ്രഹിച്ചില്ല. പക്ഷെ ചെറുപ്പം തൊട്ടേ നമ്മളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാനൊക്കെ അക്കാലത്തൊക്കെ പെൺകുട്ടികളൊക്കെ കുറവുള്ള കാലഘട്ടമല്ലേ. ചെറുപ്പത്തിലേക്ക് പോകുമ്പോൾ ആളുകളൊക്കെ അക്കാലം തൊട്ടേ പറയും. പക്ഷെ അതൊന്നും നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ചൊരു ചലനവും ഇല്ല. നമ്മൾ അതത് ദിവസം നമ്മുടെ കർമ്മം ചെയ്ത് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ ഓണം ഞങ്ങൾക്ക് പായസം ഉണ്ടാക്കി തരുന്നു, ഇഷ്ടമുള്ള വിഭവങ്ങൾ പറയുന്നു. ഇപ്പോൾ നമ്മൾ ഈ വകുപ്പ് തല കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അടുക്കള കാര്യത്തിലേക്കാണ് വരുന്നത്. മിനിസ്റ്റർ ഇതിപ്പോൾ ഇച്ചിരി സാഹസികമാണെന്ന് തോന്നുന്നു ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ തവി കൈമാറുകയാണ്. അപ്പോൾ മിനിസ്റ്റർ പായസം ഉണ്ടാക്കി തന്ന് കുടിച്ചിട്ട് ഞാനൊന്ന് പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഓണം എപ്പോഴും നമുക്ക് ആഘോഷം എപ്പോഴും ഒരു ഓർമ്മകളാണല്ലോ. ഈ ഓണം കടന്നു പോവുകയാണ്. ഈ ഓണം ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ മന്ത്രിയായതിനു ശേഷം ഒരുപാട് ഇടപെടലുകൾ, ഒരുപാട് ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, അതൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്നുണ്ടല്ലേ? തീർച്ചയായും ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. ഒരുപാട് ചാരിതാർത്ഥ്യം നൽകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോറോഹത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ സാധാരണഗതിയിൽ ഇടപെടാൻ കഴിയത്തില്ല എന്ന് വിലയിരുത്തിയെടുത്ത് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഓരോന്നും ബോണസ് ചർച്ചകളൊക്കെ സമയബന്ധിതമായി നടത്തിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. അംഗൻവാടി പെൻഷൻകാർക്ക് എത്രയോ നാളായി, മാസങ്ങളായി കുടിശ്ശികയായിരുന്നു. കുടിശ്ശിക തീർത്ത് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഫണ്ട് അലോട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് വകുപ്പ് തല കാര്യങ്ങൾ നമ്മൾ അടുക്കള കാര്യത്തിൽ നിന്ന് വീണ്ടും വകുപ്പ് കാര്യങ്ങളിലേക്ക് വന്നു. പക്ഷേ എൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് വകുപ്പ് തല കാര്യങ്ങൾ പൂർണ്ണമായും മാറ്റിവെച്ചിട്ട് അടുക്കള കാര്യത്തിലേക്ക്, പക്ഷേ എല്ലാം നമ്മൾ പറയണം. അപ്പോൾ ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിഭവം ഏതാ? ഓണസദ്യയിലെല്ലാം ഇഷ്ടമാണ്. പരിപ്പും പപ്പടവും കൂട്ടി കഴിക്കും. സാമ്പാറും അവിയലും തോരനും കാളനും എല്ലാം ഒരുപാട് ഇഷ്ടം. ഈ ചൂട് നിൽക്കുന്നതുകൊണ്ടാണോ അതോ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഞാനിങ്ങനെ എൻ്റെ നിരന്തരം ചോദ്യങ്ങൾ കൊണ്ടാണോ? ഇല്ല, അത് ചൂടല്ലേ.
അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷം. എല്ലാ വിശേഷങ്ങളും മിനിസ്റ്റർ പങ്കുവെക്കുകയാണ്. ഇനിയിപ്പോൾ മിനിസ്റ്റർ ഉണ്ടാക്കി തരുന്ന ഈ പായസം കൂടി കുടിച്ചിട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ മടങ്ങുകയുള്ളൂ. അപ്പോൾ മിനിസ്റ്റർക്ക് എല്ലാവിധ ഓണാശംസകളും ഏറ്റവും ഹൃദയത്തിൽ നിന്ന് നേരുകയാണ്. അപ്പോൾ 24ൻ്റെ പ്രേക്ഷകരോടുകൂടി മിനിസ്റ്റർക്ക് ഓണാശംസ നേരാവുന്നതാണ്. 24 ന്യൂസിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയംഗമമായ ഓണാശംസകൾ നേരുന്നു. നല്ല ചൂട് പായസം. മിനിസ്റ്റർ ചൂട് പായസമാണ്. ദേഹത്ത് വിടാതെ കുടിക്കണം കേട്ടോ. അപ്പോൾ മിനിസ്റ്റർ ഉണ്ടാക്കി തന്ന സേമിയ പായസമാണ്. പ്രത്യേക നിർദ്ദേശമുണ്ട്, ദേഹത്ത് വീഴാതെ കഴിക്കണമെന്നുള്ളത്. അതൊരു രസകരമായിട്ടില്ല, ആ മുഖത്ത് നല്ല ചിരിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാനോട് ഈ വന്നത് അനുഭവമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുരു. സത്യമാണ്, ഒരു സംശയമില്ല. അത് ആ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ചൂട് പായസമാണ്, ദേഹത്ത് വീഴാതെ കുടിക്കുക എന്നുള്ളത്. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറേ ഉണ്ട് ഇത് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് അതുമായിട്ട് വേണം പോകാനായിട്ട്. എന്തായാലും ഊതിയേ കുടിക്കുകയുള്ളൂ. കാരണം ഗുപ്തന് ചൂട് കാപ്പി ഊതി കുടിക്കാൻ പറഞ്ഞാലേ ഊതി കുടിക്കാൻ നല്ല ചൂടാ. എങ്ങനെയുണ്ട്? നല്ല മധുരമുള്ള പായസം എപ്പോഴും നല്ല മധുരമാണല്ലോ. ഇപ്പം സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് പായസം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും പോയി കിടന്നാലും ഇനി റെസ്റ്റാണ്. നമ്മുടെ പണിക്ക് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇനി അടുത്ത് ലൊക്കേഷൻ നോക്കി ഓടുക എന്നുള്ളതാണ്. അപ്പോൾ മിനിസ്റ്റർ ഒത്തിരി സന്തോഷം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. മിനിസ്റ്റർക്ക് എല്ലാവിധ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൃഷ്ണ, ഒരുപാട് പ്രേക്ഷകര് മന്ത്രി വെച്ച പായസം കുടിക്കാനൊക്കെ തയ്യാറായിരിക്കുന്നുണ്ട്. രക്ഷയില്ല. അപ്പം മന്ത്രിയുടെ പായസം കുടിക്കാത്തതുകൊണ്ട് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. നല്ല പായസമായിരുന്ന ഷിജോ പറയുന്നത്. ഷിജോ അത് പബ്ലിക്കായിട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.